ഗൈസ്, അപ്പോൾ ഇന്നലെ ചിങ്കുവിൻ്റെ ഗോൾഡ് കളക്ഷൻ്റെ വീഡിയോസ് ഞങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറേ പേര് എന്താ പറയുക നല്ല രീതിക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് നെഗറ്റീവായിട്ടും കമൻസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾക്ക് കമൻസിൻ്റെ റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ കുറച്ച് കാര്യത്തിൽ പറയുമെന്ന് തോന്നിയില്ലോ അതായത് 10 പവൻ ഇട്ട് കൊടുക്കാൻ എന്താ കല്യാണമാണോ? കല്യാണത്തിന് 10 പവൻ ഇട്ട് കൊടുക്കണം എന്നൊക്കെ ഉണ്ടോ? 10 പവന് 10 വള 10 വള കൺഫ്യൂഷൻ ആക്കി. അതായത് 10 വള ഇട്ട് കൊടുക്കാൻ എന്താണ് കല്യാണമാണോ എന്നല്ലേ? അത് ഇപ്പോൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചിങ്കുടിന് വേണ്ടി ഞങ്ങൾ ചെയ്തു കൊടുക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഇതായിരിക്കും എന്ന് വിചാരിക്കണു. അത് എന്തിൻ്റെ കടിയാണെന്നൊന്നും അറിയില്ല, അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെന്താ ഉള്ളത്? പിന്നെ ചിങ്കുടു എന്നുള്ള പേര് കുറേ പേര് കേട്ടോ. ചിങ്കുടു എന്നുള്ള പേര് മാറ്റോ, ചിങ്കുടു എന്നുള്ള പേര് കേൾക്കുമ്പോൾ ചിരി വരുമോ, അങ്ങനെയൊക്കെയുള്ള എക്സെട്ര അങ്ങനെയൊക്കെയുള്ള കുറേ കമൻറ്റുകളുണ്ട്. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ കുട്ടിക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരാണ്, ഞങ്ങൾക്ക് വിളിക്കാൻ ഇഷ്ടപ്പെട്ട പേരാണ് ഞങ്ങൾ ഇടുന്നത്. ചിരി വരുന്നവർ ഒരു മുക്കിൽ പോയിരുന്നു ചിരിക്കുക. നെഗറ്റീവ് കമന്റിനോടുണ്ട് നല്ല ആൾക്കാരും ഉണ്ട്. ചിങ്കുടു നല്ല ഇതാണെന്നുള്ളതൊക്കെ അത് ഞങ്ങൾക്കത് കുഴപ്പമില്ല. പിന്നെ ആർക്കാണ് ഈ കുഴപ്പമെന്നാണ് അറിയാത്തത് അല്ല. പിന്നെ ഞങ്ങൾക്കത് എന്താ പറയുക, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പ്രഗ്നൻസി ടൈമിൽ വന്നൊരു സംഭവമാണ്. അപ്പം ഞങ്ങളത് അപ്പം തന്നെ ഫിക്സ് ചെയ്താണ് ഇന്നതായിട്ടുള്ളൂ എന്നുള്ളത്. വിളിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിച്ചാൽ മതി. അത്രേ ഉള്ളൂ. നെയിം ഇട്ടുണ്ടല്ലോ, അത് വിളിക്കുക, അത് വിളിക്കാലോ. ചിങ്കുടു തന്നെ വിളിക്കണമെന്നൊന്നുമില്ലല്ലോ. പക്ഷെ ഞങ്ങൾ ചിങ്കുടുന്നേ വിളിക്കുള്ളൂ. ഞങ്ങൾക്കത് എന്താ പറയുക, ഇപ്പോൾ അല്ലേ ഞങ്ങൾ പ്രഗ്നൻസി ടൈമിലാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് അങ്ങനെ വായിൽ വന്നിട്ട് ഞാനാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനെടുത്താണെങ്കിലും ആവശ്യം എൻ്റെ അടുത്താണെങ്കിലും അങ്ങനെ തന്നെ പറയുള്ളൂ. പക്ഷെ ഇപ്പോൾ ഓൾ സെറ്റാണ്. ഇപ്പോൾ ചിങ്കുടു ഒന്നുമില്ലാണ്ട് ഒറിജിനൽ പേര് ഞങ്ങൾക്ക് വായിൽ വരില്ല. അതെ, എല്ലാവരും വിളിച്ചിട്ട് ചിങ്കുടോടെ അങ്ങനെ ചോദിക്കുള്ളൂ. കാരണം അത് എന്താ പറയുക സെറ്റായി ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടപ്പെടാത്തവർ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ മാറിയിരിക്കുക. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ നമുക്ക് അതിൽ പറയാനുള്ളത്. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചിങ്കുടിന്റെ ഫംഗ്ഷന് കുറച്ച് ഗിഫ്റ്റുകൾ ചിങ്കുടിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഞങ്ങളും കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാന്ന് പറഞ്ഞു. അതായത് ഞങ്ങളിപ്പോ ഫംഗ്ഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്ത് കാറിൽ വെച്ചു, കാറിന് അങ്ങനെ എടുത്ത് വീട്ടിൽ വെച്ചു. ഒന്ന് ഓപ്പൺ ചെയ്ത് എല്ലാം കറപറന്ന് കിടക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാം എടുത്തൊന്ന് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നോക്കിയിട്ടില്ല, സെറ്റ് ചെയ്യണല്ലോ. ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കാണിച്ചിട്ട് ഞങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം കൂടി, അമ്മ ഇല്ലാട്ടോ വീട്ടില്. അമ്മ എന്താണ് ഹോസ്പിറ്റലിൽ പോകണമെന്നിട്ട് പോയിരിക്കലോ. അതായത് എന്നും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോകാറ്. പക്ഷെ ഇപ്പൊ ചിങ്കുടു ഉള്ളതുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അമ്മയും അമ്മൂമ്മയും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കണം. അതുകൊണ്ടാണ് ഒരുപാട് ലേറ്റ് ആയത്. അപ്പൊ ചിങ്കുടു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇടയിൽ തെളിയോന്നൊന്നും അറിയില്ല. തെളിയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോയി നോക്കാം. ഒരുപാട് ഇങ്ങനെ നമ്മൾ ഇരുത്തി കഴിഞ്ഞ ആൾക്ക് അറിയാം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നടക്കണം ആൾക്ക്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആൾ ഉറങ്ങിയ ടൈമിൽ അതുകൊണ്ടാണ് ഈ വീഡിയോ ലേറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. കാരണം അമ്മ അടിച്ചു പറഞ്ഞല്ല, ചിങ്കുടു അടിച്ചു പറഞ്ഞ അമ്മ കുഴപ്പമില്ല. അപ്പൊ തുടങ്ങാം. പാവിച്ച് തന്നെ എടുത്തോ. എടുത്തോ, ഇല്ല എടുത്തോ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഞങ്ങള് ചെറുതായിട്ടല്ലേ ഫംഗ്ഷൻ വെച്ചിട്ടുള്ളൂ. അപ്പൊ വന്നവരില് കുറച്ച് പേര് ഗിഫ്റ്റ്സ് തന്നിട്ടുണ്ട്. അത് ജനുവിന്റെ വീട്ടുകാര്. അതായത് ജനു എന്ന് പറയുമ്പോ ഞങ്ങളുടെ കൂടെയൊക്കെ അറിയാതിരിക്കാം. അതെ, ഞങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടാവില്ല ഒരു പയ്യൻ. അപ്പൊ അവന്റെ അമ്മ അച്ഛൻ അവരൊക്കെ ഒന്നുണ്ടായിരുന്നു. അപ്പൊ അവരെ കൂടി കൊണ്ടുവന്ന് തന്നതാണ്. ഞാൻ ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് നല്ല വൃത്തിയായിട്ടൊന്നും ഞാൻ ഓപ്പൺ ആക്കില്ല. എന്താ പറയുക, അത് ഒപ്പിച്ചിരിക്കില്ലേ. അതെ, സമാധാനത്തിൽ ഓപ്പൺ ചെയ്താൽ മതി. കീറിച്ചൂടെന്ന് അതൊന്നാമത്. അതെ, പിന്നെ ഒന്നാമത് സെലോ ടേപ്പ് ചെയ്തല്ലേ. അല്ല, അതുകൊണ്ട് എന്തായാലും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടോ. അപ്പോൾ വാച്ചിക്ക് പറ്റണമല്ലോ അത് ചെയ്യുക. അതോ വാച്ചി ഡ്രസ് എടുക്ക് കറക്റ്റ്. നമ്മൾക്ക് ചിങ്കുടിന് വേറെ ഇതില്ലേ, നന്നായിട്ട്. പക്ഷെ ഇത് എന്താണ് ഞങ്ങള് എന്താ പറയാ, മറ്റേതിന് ഫംഗ്ഷന് വേറെ ഡ്രസ്സ് കുത്തലുണ്ടായിരുന്നു പറഞ്ഞപ്പോ. അതെ, നമുക്ക് കുറച്ചുകൂടെ ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. നന്നായിട്ടുണ്ട്, സൈസ് കറക്റ്റ് അല്ലേ. കുറച്ചുകൂടെ ആവണം, എൻ്റെ ഒരു ഇതിൽ അങ്ങനെ തോന്നി. നന്നായിട്ടുണ്ട്. ഇത് രാജേഷേട്ടൻ, അവളുടെ വൈഫും. അതായത് നിങ്ങൾക്ക് പറയുമ്പോൾ ആരാണെന്നൊന്നും അറിയില്ല. അപ്പം ഞങ്ങളുടെ ഇതിൽ പറയാ. അയ്യോ, നല്ല രസമുണ്ടല്ലേ.
ഇതൊക്കെ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം അപ്പൊ ഇട്ട് കൊടുക്കാൻ. എന്തായാലും കുറച്ചുകൂടെ അങ്ങനെയാണല്ലോ എടുക്കുള്ളൂ. കാരണം നമ്മൾ ചെറുതെടുത്തിട്ട് കാര്യമില്ല, ആൾ വളരാൻ പോവല്ലേ. നല്ല രസമുണ്ട്. അതിനൊരു സെറ്റായിട്ടൊരു ട്രൗസറും. ട്രൗസർ ഇല്ല, ഷെഡ്. ഷെഡി. അയ്യോ മാറിപ്പോയോ. ഇതൊക്കെയാണല്ലോ ട്രൗസർ ബേബി. ട്രൗസർ ബേബി. ട്രൗസർ ബേബിയാ. ഇത് എന്താണ് നബീല്. ബേബിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതെ. നബീലും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും ഫാമിലിയും കൂടി വന്നിട്ട് തന്നാണ്. ഞങ്ങളിത് കണ്ടത് ഓപ്പൺ ചെയ്യണോ ബേബി? ഓപ്പൺ ചെയ്ത് നോക്കാം. അതിലെന്തൊക്കെയാണ് എന്താണെന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല കേട്ടാ. കേസ് വായിച്ച് നിൽക്കണമെന്ന് വിചാരിക്കണ്ട. ചിങ്ങളുടെ ഇവിടെ റൂമിൽ വല്ലതും ഉണ്ടാ? പൊട്ടിച്ചോ? ആവശ്യം കൊണ്ട് പറ്റുമോ? പൊട്ടിച്ച് വലിക്ക്. ഞാൻ ഓപ്പൺ ചെയ്യണം. നോട്ടെ ഇതവിടെ ഇതാ അത്രയേ ഉള്ളൂ. എന്താ അതെന്താ സിംഗപ്പണ്ണല്ലേ? സിംഗപ്പണ്ണ് വായിച്ച് ഗൈസ്. ഇതാ ക്യാപ്പ്, പിന്നെ 2 സോക്സ് വന്നു അല്ലേ? അത് സോക്സ് ആണ്. ഞാനും പോവാണെന്ന് വിചാരിച്ച്. മറ്റേ ഈ ഡ്രസ്സ് അല്ലേ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നാണ്. അതെ. പിന്നെ അത് പിന്നെ കയ്യിലിടണം. അപ്പൊ നേരെ സോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിലിടണമെന്ന് വിചാരിക്കുള്ളൂ. എനിക്കറിയില്ല കേട്ടോ അതെന്താന്ന്. എനിക്ക് തോന്നുന്നു അത് അതിൻ്റെ ഉള്ളിലൊരു ബോക്സ് ഉണ്ട്. അതിലെന്തുണ്ട്? ഇല്ലേ, ഞാനത് ബോക്സ് അല്ല. ഇത് സംഭവം മറ്റേ കുട്ടിക്ക് തുടയ്ക്കാനുള്ള എന്തോ സംഭവമാണ്. പിന്നെ നമുക്ക് ഇതാണെന്നുണ്ടെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും. പക്ഷേ ഇടയ്ക്ക് അങ്ങനെ നോക്കിയാൽ എനിക്ക് ഇവിടുന്ന് കാണില്ല. സിംഗിൾ നോക്കിയോട്ടാ. എനിച്ചതിനൊരു സിഗ്നൽ തരും. അതെ, വാവിച്ചിൻ്റെ ചെറിയച്ഛൻ്റെ മക്കള് അല്ലേ? അവര് വന്ന് തന്നാണ്. അതെ ഗൈസ്. അപ്പോൾ വാവ്, ഇത് എന്തായാലും ഒരു കളർ നന്നായിട്ട്. പക്ഷെ ഇതെന്തായാലും ഒരു വയസ്സൊക്കെ ആവില്ലേ ഇട്ട് കൊടുക്കാൻ? ഇത് കുറച്ച് വലിയ സൈസാണ്. 1 വയസ്സിന് ആ സമയത്തൊക്കെ നമുക്ക് എന്തായാലും ഇട്ട് കൊടുക്കാം. എന്തായാലും നമ്മൾ ഇപ്പോൾ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ എന്തായാലും കുറച്ച് വലുത് തന്നെ ആയിരിക്കും. കാരണം എന്നാലല്ലേ നമുക്ക് കുറച്ച് ഇതായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. കുട്ടികളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആവേ. വാ കുഴപ്പമില്ല, വായിച്ചോടെ നോക്കിക്കോ. അവിടെയൊക്കെ വെച്ചിട്ട് എനിക്ക് വന്ന് ഇരിക്കണം കേട്ടോ. അതിലേ വായിച്ചിട്ട് അനുപ്പിക്കും ഞാൻ. ഹൗസ് ഓണർ തന്നാണ്. അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയ ടൈമിൽ, അതെ വീട്ടിൽ വന്ന ടൈമിൽ ഹൗസ് ഓണറും വൈഫും കൂടി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി കുട്ടിക്ക് ഗിഫ്റ്റ് കാര്യങ്ങൾ കൊണ്ടുവന്നാണ്. അപ്പോൾ അവർ ഓൾറെഡി തന്നാണ്. എന്നാലും അവർക്കൊരു ഫംഗ്ഷൻ വന്നപ്പോൾ ഒരു സമാധാനം ഇല്ലാണ്ട് കൊണ്ടുവന്നത്. പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല കേട്ടാ. നോക്ക് ഇനി എന്നെ വിളിക്കണ്ട കേട്ടോ മാവേ. കിട്ടി ഇല്ല, ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ടാവും. ചേച്ചി ഒന്ന് തുറന്നതാവുണ്ട്. ടോയ്സ് ആണ് അല്ലേ? എവിടെ ഓപ്പൺ ചെയ്യൂ? വാവ്, എവിടെ? കത്തിക്കേ? എന്തിനാ ഇത് കത്തിക്കുന്ന? ഈവ അടിപൊളിയായിരുന്നില്ലേ? എങ്ങനെയോ ഓണാക്കി ഓഫൊക്കെ അറിയില്ല. ഗൈസ് നല്ല രസമുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ അറിയില്ലേ? അതാടുമെന്ന് എനിക്കറിയില്ല. ഇല്ലില്ല, ആടില്ല. അത് സ്റ്റാൻഡ് ചെയ്ത് വെക്കണ തോന്നുന്നു അല്ലേ? കണ്ടാ ഇങ്ങനെ നിൽക്കണാണ്. കുറച്ചുകൂടെ ആകുമ്പോൾ ആൾക്ക് ഇതൊക്കെ അറിയാൻ തുടങ്ങുള്ളൂ അല്ലേ? നല്ല രസമുണ്ട്. ഇത് ഉരുട്ടിയിട്ട് പോകാൻ പറ്റുമോ? അടിയിൽ ടയറുണ്ട് കണ്ടാ? അതാണ് സംഭവം. ഓണാക്കിയപ്പോൾ നല്ല നേർച്ച പരിപാടി പോലെ മൊത്തം. ഗൈസ്, അപ്പോൾ ഈ സാധനം ഓടും. ഞങ്ങൾ പിന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരു സ്വിച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനം ഓടും. അതുകൊണ്ട് അവിടെ പോയി ഇടിച്ചു. ഇപ്പോൾ ഇങ്ങനെ റോൾ അടിച്ചിട്ട്, അതായത് ഇതിൽ സോങ്ങും ഉണ്ട്. സോങ്ങിന് ഇപ്പോൾ കോർപ്പറേറ്റ് ഇഷ്യൂ വരണതുകൊണ്ട് അത് ഇട്ടില്ല എന്നുള്ളൂ. വാലൊന്നും ആടുന്നില്ല, വീഴാത്ത പോലെ വെക്കിയിട്ടാ. കാരണം ഡ്രസ്സുകൾ വീണാലും ഒന്നും പൊട്ടില്ല. അത് വീണപ്പോൾ അതവിടെ തന്നെ വെച്ചു. ഗൈസിനെ ഇപ്പം നെക്സ്റ്റ് അമ്മൂമ്മയും പിന്നെ അതുപോലെ തന്നെ മനീഷ് സെൻസിറ്റീവ് അവർ വന്നപ്പോൾ ഇത് അഖില
അഖില് തന്നാണ്. ഫ്രണ്ട് തന്നെയാണ്. ആ മുമ്പൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അറിയും. പക്ഷെ ഇത് കറക്റ്റ് സൈസാണ്. എവിടെ ഫുള്ളായി നോർത്ത് ഇത് കറക്റ്റ് സൈസ് കിട്ടാ. ആ ഞങ്ങളൊരു ചെറിയ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എവിടെ കാണിച്ചിട്ടുണ്ടറിയോ, പറ്റിയതാണ്, കറക്റ്റ് ആയിട്ടുണ്ട്. ആ സെയിം കളർ അല്ലേ, ആ ഇതൊന്നുണ്ട് അല്ലേ, ഞാൻ അത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഗൈസ് ഇത് അഖിൽ ഗിഫ്റ്റ്. പിന്നെ നെക്സ്റ്റ് ആവേ എടുത്തോ. ഇനി ഇതൊക്കെ വെച്ച് ഇതൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്. ഇപ്പം തൽക്കാലം വീഡിയോയ്ക്ക് വേണ്ടി വയ്ക്കണമെന്ന് മാത്രം. ആ ഡയമണ്ട് കപ്പിൾസ് എന്നാണ് അവർ രണ്ടുപേരും. പിന്നെ അവരുടെ കുട്ടി കാര്യങ്ങൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതെ, നല്ല എന്താ പറയുക, അത് റെഡാ. ആ അതൊരു ചെറിയൊരു ബ്രൗണിഷ് പോലെ അല്ലേ. ഹൈവ നല്ല രസമല്ലേ, ഹൈവ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ മാക്സിമം ഇപ്പം ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള എടുക്കാറ്. ഇത് വലിയ സൈസ് ആവേ. ഞാൻ ഇത് കാണിച്ചു കൊടുക്കും ആവശ്യം, ഇതേപോലുള്ള മോഡൽസ് ഒക്കെ അയച്ചു കൊടുക്കും. ആ യൂസ് ഇപ്പം ഇട്ട് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് കുറച്ചുകൂടെ അയക്കാൻ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ബ്രൗണ് പിങ്ക്, ബ്രൗണ് പിങ്ക്, സത്യം. പിന്നെ ഇനി അടുത്തത് ഞാനിരിക്കാം, വാവിച്ചത് എടുത്തോ. അല്ല ഇരിക്കണ്ട, വാവിച്ചിട്ട് ഇങ്ങനെ എണിപ്പിക്കാം. വാവിച്ച് എണിച്ച് വന്നാൽ മതി. ഗൈസ് ഇത് കീറിയതൊന്നും വിചാരിക്കണ്ട, ഞങ്ങളെല്ലാം കൂടി കാറിൽ മറ്റേ കയറ്റിയ ടൈമിൽ അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ. കാവ്യയും കൂടി. അതെ, ഓപ്പൺ ചെയ്യാം. കിളി കിളി ഞാൻ മേടിച്ചിട്ടുണ്ട്. ആ ഞാൻ അതില്ലേ അത്യാവശ്യം വിലയുണ്ട്, പക്ഷെ എന്നാലും അത് കിളിക്കൊക്കെ പറന്ന് കളിക്കണം. ഗൈസ് എടുക്കണേ എടുത്തോ. ഇതിങ്ങനെ വലിച്ച് ഭാവിച്ചിക്ക് കിട്ടാണ്ട് ഭാവിച്ചിങ്ങനെ ഇതിങ്ങനെ വലിക്കുമോ? അതെ ആ അതിങ്ങനെ വലിച്ച അതന്നെ ഗൈസ് ഒരു കിളിക്ക. ആ ഇനി നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം കേട്ടോ. അടുത്തെടുക്കൂ. അടുത്തത് കുട്ടിക്ക് യൂസ് ചെയ്യുന്നുള്ളത് ഗൈസ്. ഇത് വന്നിട്ടില്ലേ എന്താണ് ഡിവിൻ്റെ പുതിയൊരു ഇതിന് തലതിരിച്ച് പിടിച്ചു നേരെ കാണിക്ക് ഗൈസ്. ഇത് ഡിവിൻ്റെ പുതിയതായിട്ട് തുടങ്ങിയ ഹെയർ ഓയിലൊരു സംഭവം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നാണ് അല്ലേ. യൂസ് ചെയ്തിട്ടില്ല. പറയാതെ തോന്നുന്നത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഡിവിൻ്റെ അക്കൗണ്ടിൽ കയറി ചെക്ക് ചെയ്ത് അത് കാണാം അല്ലേ ബാബേ. അതെ. പിന്നെ ഇനി നെക്സ്റ്റ് എടുക്കൂ. ഇതില്ല ഗൈസ്, എല്ലാം കൂടി ഞങ്ങൾ ഇട്ടിട്ട് കുറച്ച് ചുളുങ്ങലും കാര്യങ്ങളും വന്നിരിക്കുക. ഒന്ന് മാത്രം എക്സ്ട്രാ വേറെ കളർ വന്നിട്ടുള്ളൂ. ഇത് നല്ല രസമുണ്ടല്ലേ. ഇത് ഫുൾ കൈ ഞങ്ങളും ഇതൊരു ഫുൾ എടുത്തിട്ടില്ല കേട്ടാ. ബോ അല്ലേ. ആ എടുത്തിട്ടില്ല ആണ്, അതിൽ എഴുതിയിട്ടുണ്ടാവും. അല്ല കുറച്ച് ലൂസാവായത് ചെറുതാണോ? ആ ചെറുതല്ലേ. പിന്നെ ബാബാ സ്യൂട്ട് അല്ലേ ആവേ. ബാബാ സ്യൂട്ട് മോഡൽ ജീനിൻ്റെ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇനി നെക്സ്റ്റ് വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ഒക്കെ അങ്ങോട്ട് വാവച്ചിക്ക് വയ്യ ഗൈസ്. ഇത് വന്നിട്ട് എന്താണ് ബേബി സെറ്റ് അല്ലേ. അതായത് ലോഷൻ അങ്ങനെ എല്ലാം കൂടി വരുന്ന സംഭവമാണ്. ഷാമ്പൂ, സോപ്പ്, ചീപ്പ്, കണ്ണാടി വരുന്ന പോലെ. ഇത് വൈപ്സിൽ ഫസ്റ്റ് വൈപ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പൗഡർ ഉണ്ട്. പിന്നെ മസാജ് ഓയിൽ ഉണ്ട്. ആ വേറെ അടുത്ത് പറ. ഷാമ്പൂ ഉണ്ട്. പിന്നെ ആ ബേബി ക്രീം ഉണ്ട്. ഇത് സോപ്പ് ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ഈ റാഷസ് ഒക്കെ ആവില്ലേ, അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അയ്യ ഞാൻ പൊളിച്ചല്ല, അതില്ലേ ഇതിങ്ങനെ വായിച്ചിപ്പോഴല്ലോ കവർ പൊട്ടിച്ച്. എന്താ എന്നെ ഡൗട്ട് അടിക്കുന്നത്.
വാവിച്ചാണ് ഇപ്പോൾ കവർ പൊടിച്ചിട്ട് ഞാൻ പൊടിച്ചോന്ന്. അപ്പൊ ഗൈസ് ഇത്രയും ഐറ്റംസ് ആണ്. ഇത് കണ്ട് നോക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കാണ്ട് വാവിച്ച് എനിച്ചു വാ. ഗൈസ് അപ്പോ ഒരു ഗിഫ്റ്റ് കാണിക്കാൻ പറഞ്ഞു. ഞാൻ ബേബിക്ക് വേണ്ടി സ്പേസ് കൂട്ട് ഇവിടെ ഇരുന്നാണ്. അപ്പോ ഇത് ആരെ തന്നെന്ന് ഞാൻ പറയുന്നില്ല. ഫാമിലിയിൽ ഒരാൾ തന്നെയാണ് തന്നത്. പക്ഷെ ആരെ തന്നതൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇത് മതും സെറ്റില്ലേ? നന്നായിട്ടുണ്ട്. ഒരു പിങ്ക് കളർ അല്ലേ? അത് ഏകദേശം നമുക്ക് കിട്ടിയില്ല ബ്രൗൺ. പിന്നെ ജീനിൻ്റെ ഒരു അത് രണ്ടും മാത്രമാണ് വ്യത്യാസം. നന്നായിട്ടുണ്ട്. അല്ല അത് പൊതുവെ എനിക്ക് തോന്നുന്നില്ലേ കുട്ടികളുടെ ഇതിൽ സെക്ഷനിൽ ഞങ്ങൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ലൈറ്റ് കളറെ കൂടുതൽ വരുള്ളൂ. അഥവാ ഡാർക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ബ്രൗൺ ഒക്കെ ഉള്ളൂ അറിയാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതെ. അപ്പൊ എന്തായാലും ഗൈസ് ചിങ്കുവിന്റെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇത്രയാണല്ലോ. അപ്പൊ എന്തായാലും ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ എന്തായാലും നല്ല സന്തോഷം. കാരണം നല്ല ഫംഗ്ഷന് വന്ന് അറ്റൻഡ് ചെയ്തതിനും ഒരുപാട് താങ്ക്സ്. പിന്നെ അതുപോലെ എന്താണ് ചിങ്കുവിന് വാക്സിനേഷൻ ആണെങ്കിൽ അതെ വാക്സിനേഷൻ ആണ്. ഇനിയിപ്പോ എന്താവും അറിയില്ല. കാരണം കാതൂത്തല്ലിന്ന് ആൾക്ക് ആ ഒരു വേദന അപ്പം കഴിഞ്ഞു. ഇനിയിപ്പോൾ വാക്സിൻ്റെ ഒന്നാമത് ഇതിന് 3 ഉണ്ട് എന്നാണ് പറയുന്നത് അവൻ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊന്നും അറിയില്ല. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഭാവിച്ച് പറയണം ബേബി വാക്സിനൊന്നും വേണ്ടാന്ന്. വാക്സിൻ അടിച്ചില്ലെങ്കിൽ അതിന് സൈഡ് എഫക്ട്സ് അല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ കുട്ടിക്ക് നല്ല ബുദ്ധിമുട്ടില്ല. അപ്പം നമ്മളതെല്ലാം സേഫായിട്ട് അടിച്ച് പോകണം അല്ലേ? ഇത്രയും ഗിഫ്റ്റുകളാണ് ചിങ്കുവിന് കിട്ടിയത്. പിന്നെ ചിങ്കുവിന്റെ ഫംഗ്ഷന്റെ ബേസ് ചെയ്ത് പിന്നെ ഒന്നുമില്ലല്ലോ, ഇത്രയും സംഭവങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പൊ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ ഗൈസ് വീഡിയോന്റെ ഗൈസ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കാണുന്നതായിരിക്കും. ബൈ.